ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉപ്പിനെ കുറിച്ചും ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഉപ്പ് എത്രയാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പരിചയപ്പെടാം. ഭക്ഷണത്തിന് രുചി കൂടാനും മറ്റു ആവശ്യങ്ങൾക്കും ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കല്ലുപ്പ്, പൊടിയുപ്പ്, ഇന്ദുപ്പ് എന്നിങ്ങനെ 3 തരത്തിൽ ഉപ്പുകളുണ്ട്. ഇന്ദുപ്പ് എന്നത് പിങ്ക് കളറിൽ കാണപ്പെടുന്ന ഉപ്പാണ്. കല്ലുപ്പ് എന്നത് നമ്മുടെ കടൽ വെള്ളത്തിനെ വറ്റിച്ചുണ്ടാക്കുന്ന ഉപ്പാണ്. ഇപ്പോൾ പൊടിയുപ്പാണ് കൂടുതൽ പേരും കറികളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ദുപ്പ് വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വാങ്ങാറുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും കല്ലുപ്പാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ നല്ലത്. ഉപ്പ് രുചി കൂട്ടാൻ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്നും ഗുണങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ച് കൂടുതൽ കഴിക്കരുത്. ഉപ്പ് ഉപയോഗിക്കാതെ നമ്മൾ മലയാളികൾക്ക് ഒരു ഭക്ഷണവുമില്ല. അച്ചാറുകൾ, പപ്പടം, ഉപ്പിലിട്ടത്, ഉണക്കമീൻ, ബേക്കറി സാധനങ്ങൾ എന്നിങ്ങനെ ഉപ്പിട്ട സാധനങ്ങളാണ് നാം ഉപയോഗിക്കുന്നതിൽ 90%. ഇതൊന്നും കൂടാതെയാണ് വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ഭക്ഷണവും. ഉപ്പ് ആരോഗ്യത്തിന് നല്ലതാണോ ദോഷമാണോ എന്ന് നോക്കാം. ഉപ്പ് ഒരു പരിധിവരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാൻ സഹായിക്കും. കാരണം അതിനകത്തുള്ള സോഡിയം തന്നെയാണ്. സോഡിയവും പൊട്ടാസ്യവുമാണ് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരാതെ സഹായിക്കുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം എത്ര ഉപ്പ് കഴിക്കാം എന്നതാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 1 ഗ്രാം താഴെ മാത്രമേ ഉപ്പ് കഴിക്കാൻ പാടുള്ളൂ. 1 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ 2 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് ഒരു കാരണവശാലും കഴിക്കരുത്. 4 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് മാക്സിമം 3 ഗ്രാം ഉപ്പേ കഴിക്കാവൂ. 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഉപ്പിന്റെ അളവ് 5 ഗ്രാം ആണ്. 11 മുതൽ മുതിർന്ന എല്ലാവർക്കും മാക്സിമം 6 ഗ്രാം ആണ് കഴിക്കേണ്ടത്. അതിന്റെ കൂടുതൽ കഴിക്കാൻ പാടില്ല. 6 ഗ്രാം എന്നത് 1 ടീസ്പൂൺ ആണ്. ഇന്ന് കേരളത്തിൽ BP കൂടുന്നതിന്റെയും കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നതിന്റെയും പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ ഉപ്പിന്റെ ഉപയോഗം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉപ്പിന്റെ അകത്ത് പ്രധാന ഘടകം എന്ന് പറയുന്നത് സോഡിയം തന്നെയാണ്. ഈ സോഡിയം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വില്ലനാകുന്നതും. BP കൂടാനും ഹൃദയത്തിന് പ്രശ്നമുണ്ടാക്കാനും ശരീരത്തിന് നീര് കൂടാനും സാധ്യതയുണ്ട്. സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ജോയിന്റിലുണ്ടാകുന്ന വേദനയ്ക്കും കാരണമാകും. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഭക്ഷണത്തിലുള്ള ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. കറികളിൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ആദ്യം കറികളിൽ ഉപ്പ് ഇടുകയാണെങ്കിൽ കറികളിലുള്ള കഷ്ണങ്ങളിലേക്ക് ഉപ്പ് പിടിക്കും. അവസാനം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവായി തോന്നുകയും വീണ്ടും ഉപ്പ് ഇടുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറി ഉണ്ടാക്കിയ ശേഷം അവസാനം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കഴിക്കുന്നത് മാത്രമല്ല അതിന്റെ കൂടെ നന്നായി വെള്ളം കൂടി കുടിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.